ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ റോൾഡ് ആൻഡ് ഫൂട്ട് ഉപയോഗിച്ച് എങ്ങനെ ഒരു ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതാണ് റോൾഡ് ആൻഡ് ഫൂട്ട്. ഞാൻ ഇതിനു മുമ്പേ കുറേ ഫൂട്ടുകൾ പരിചയപ്പെടുത്തിയിരുന്നു. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫൂട്ടുകൾ ഞാൻ കാണിച്ചിരുന്നു. ഇത് റോൾഡ് ആൻഡ് ഫൂട്ടാണ്. നമ്മൾ അംബ്രല്ല ഗൗണിൻ്റെയോ അല്ലെ അംബ്രല്ല സ്കേർട്ടിൻ്റെയോ ഒക്കെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സാരിയുടെ എൻഡ് ഭാഗമൊക്കെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫൂട്ടാണിത്. നമ്മുടെ നോർമൽ മെഷീനിലും എല്ലാത്തരം മെഷീനിലും ഈ ഫൂട്ട് റോൾഡ് ഫൂട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു വെട്ട് പോലെയുണ്ട്. അതിലേക്കാണ് നമ്മൾ തുണി വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം നോർമൽ ഫൂട്ട് മെഷീനിൽ നിന്ന് ഊരി മാറ്റിയതിന് ശേഷം അവിടേക്ക് ഈ റോൾഡ് ഫൂട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. മെഷീൻ്റെ ഇവിടെ ആയിട്ടൊരു സ്ക്രൂ ഉണ്ട്. അതൊന്ന് നമ്മളൊന്ന് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ വല്ലതും വെച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്കത് കൈകൊണ്ട് പിന്നീടൊന്ന് തിരിച്ച് ലൂസാക്കി അവിടെയുള്ള നോർമൽ ഫൂട്ട് ഊരി മാറ്റാവുന്നതാണ്. നമ്മളിപ്പോൾ നോർമൽ ഫൂട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നോർമൽ ഫൂട്ടിന് പകരമായിട്ട് റോൾഡ് ഫൂട്ട് വെച്ച് കൊടുക്കാം. ആ സ്ക്രൂവിൻ്റെ ഇടയ്ക്കിലേക്ക് വെച്ച് കൊടുത്ത് വീണ്ടും സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ ഫൂട്ട് ഇരുന്ന അവിടെ തന്നെയാണ് നമ്മൾ റോൾഡ് ഫൂട്ട് വെച്ച് കൊടുത്ത് സ്ക്രൂ ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നന്നായി ടൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ ഫൂട്ട് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. ഇപ്പം നമ്മളിവിടെ റോൾഡ് ഫൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോൾഡ് ഫൂട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന സാരിയുടെ എൻഡ് ഭാഗം, ഞാൻ കൂടുതലും ഇങ്ങനെ ബ്ലൗസും സാരിയൊക്കെ കൊണ്ടുവന്ന് അവർ വിത്ത് ബ്ലൗസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഈ സാരിയുടെ എൻഡ് ഭാഗം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ. അന്നേരം ഞാൻ ഈ റോൾഡ് ഫൂട്ട് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ സാരിയുടെ എൻഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. ആദ്യം ഏറ്റവും തീരെ കനം കുറച്ച് ചെറുതായിട്ടാണ് നമ്മളിവിടെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ പ്രസർ ഫൂട്ടിൻ്റെ താഴേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഏറ്റവും ചെറുതായിട്ട് വളരെ തിന്നായിട്ടാണ് നമ്മളിവിടെ മടക്കി വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നീട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്താണ് നമ്മൾ തുടക്ക ഭാഗം മാത്രമാണ് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നൂല് ഇട്ട് കൊടുക്കുന്നത് അതേ രീതിയിൽ നമ്മൾ നൂലെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലത്തെയും ബോബിനിലെ നൂലും അതുപോലെ തന്നെ മുകളിലത്തെ നൂലും എല്ലാം ഇതുപോലെ ബാക്കിലേക്കൊന്ന് രണ്ട് നൂലും ഒരുപോലെ ബാക്കിലേക്കൊന്ന് കുറച്ചൊന്ന് നീളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. നമുക്കിനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതൊരു ഒഴുകിപ്പോകുന്ന ടൈപ്പ് മടക്കി വെച്ചാൽ കറക്റ്റായിട്ട് ഇരിക്കാത്ത ടൈപ്പ് തുണിയാണ്. ആദ്യം നമ്മൾ അതിൻ്റെ ചീത്ത വശത്തേക്കാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം ആ മടക്കിയ പീസ് നമ്മൾ ആ പ്രസർ ഫൂട്ടിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കണം. ഫുള്ളും മടക്കണ്ട. ആദ്യത്തെ തുടക്കത്തിൽ മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് ഏത് ക്ലോത്ത് ആണെങ്കിലും തുടക്കത്തിൽ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണ്ട. കറക്റ്റ് ആ വെട്ടിലേക്ക് തുണി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിവിടെ പ്രസർ ഫൂട്ട് പൊക്കി അവിടേക്ക് വെച്ച് കൊടുത്ത് പ്രസർ ഫൂട്ട് താഴ്ത്തിയിട്ടുണ്ട്. പിന്നീട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ്. കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. പിന്നീട് നമ്മൾ കറക്റ്റായിട്ട് ആ വെട്ടിലേക്ക് ഇതുപോലെ ആ തുണി ഇതുപോലെ ഇങ്ങനെയൊന്ന് കൈ കൊണ്ടൊന്ന് കറക്റ്റ് ആ വെട്ടിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആ കറക്റ്റ് ആ വെട്ടിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അന്നേരം കറക്റ്റ് അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഫോൾഡായി സ്റ്റിച്ചായി വരുന്നതാണ്. നമ്മൾ ആ കറക്റ്റ് ആ വെട്ടിലേക്ക് വെച്ച് കൊടുത്താലേ അങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ചായി വരുന്നത്. കറക്റ്റ് വെട്ടിലേക്ക് കൊടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടത്തില്ല. ഞാൻ ഈ റോൾഡ് ഫൂട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. പലരും അന്നേരം കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പക്ഷേ റെഡി ആകുന്നില്ല, എന്താ കാരണമെന്ന്. കാരണം നമ്മൾ ആ കറക്റ്റ് ആ വെട്ട് ഭാഗത്തേക്ക് തുണി ഇതുപോലെ ഒന്ന്
കറക്റ്റ് വെച്ച് കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എങ്കിലേ നമ്മൾക്ക് നല്ല രീതിയിൽ സ്റ്റിച്ചായി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ ഫൂട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലേ വരത്തുള്ളൂ. നമ്മൾ വെട്ടിലേക്ക് വെച്ച് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ ആ വെട്ടിലേക്ക് കറക്റ്റ് തുണി ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ എൻ്റെ കയ്യിലുള്ള ഫൂട്ടുകളുടെ എല്ലാം ഇമേജ് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ഫൂട്ടുകളെ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ഫൂട്ടുകളുടെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. വേണമെന്നവർ ലിങ്കിൽ കയറി നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. കണ്ടില്ലേ, ഇവിടെ നമ്മൾ നല്ല ഫിനിഷിങ്ങോടുകൂടി ചെറുതായിട്ട് ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഗൗണിൻ്റെ താഴെ അംബ്രല്ല സ്കർട്ടിൻ്റെ താഴെ വശമൊക്കെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സാരിയുടെ ഒരു എൻഡാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അടുത്ത എൻഡിന് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ ചീത്ത വശമാണ്, ഇതിൻ്റെ നല്ല വശം. നമ്മൾ ചീത്ത വശത്തേക്ക് അധികം ചെറുതായിട്ട് തീരെ കനം കുറച്ച് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി വെച്ചുകൊണ്ട് പ്രഷർ ഫുട്ടിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കുക.